ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ട്രൈം സ്പീഡ് 400ൻ്റെ UG, അതായത് പുതിയ മോഡൽ 2025 മോഡലിലെ ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കോസ്റ്റും 1000 കിലോമീറ്റേഴ്സ് ഓടിയതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. അപ്പോൾ സംഭവം നല്ല അടിപൊളി വണ്ടിയാണ്. ഇതിലെ ഏറ്റവും എനിക്ക് പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. ഇപ്പോൾ ലോങ് റൈഡിനൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ സസ്പെൻഷൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ സൈസ് അത്യാവശ്യം പഴയ ട്രൈംഫിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കൂടിയ ടയർ സൈസാണ് ഇതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ കുഴികളൊക്കെ ചാടിപ്പോവുകയൊക്കെ ചെയ്യും. പിന്നെ ഇതിൻ്റെ മൈലേജ് ആണെങ്കിൽ ഹൈവേസിൽ ഒരു ഏകദേശം എനിക്കൊരു 27 കിലോമീറ്റർ ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതിന് മേലെ കിട്ടിയവരുണ്ട്, പക്ഷെ എനിക്കിതിൽ കിട്ടിയിട്ടുള്ളത് 27 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ പ്ലസ് പോയിൻ്റായിട്ട് പറയേണ്ടതിൻ്റെ സീറ്റിംഗ് കംഫേർട്ടും അത്യാവശ്യം നല്ലത് തന്നെയാണ്. നല്ല രീതിയിൽ ഇരുന്ന് പോകാനൊക്കെ ആയിട്ട് പറ്റും. അത്യാവശ്യം കാലും എത്തുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 1200-ലേറെ കിലോമീറ്റേഴ്സ് ഓടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സർവീസിന് എനിക്ക് ചിലവായ തുക എന്ന് പറഞ്ഞാൽ ഒരു 2273 രൂപ എനിക്ക് ഏകദേശം ഇതിൻ്റെ സർവീസ് കോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളുണ്ട്. അതായത് മെയിനായിട്ട് ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എനിക്കൊരു ദിവസം പണി കിട്ടിയത് ഈ ക്ലച്ച് ലിവർ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഡാമേജ് വന്നായിരുന്നു. അതായത് ഫസ്റ്റ് ഗിയറിലേക്ക് മാത്രമേ, സെക്കൻഡ് ഗിയറിലിടുമ്പോൾ അത് സർവീസിൻ്റെ എന്തൊരു പ്രശ്നമാണ്. പക്ഷെ അതവർ പരിഹരിച്ച് തന്നു. പ്രത്യേകിച്ച് കോസ്റ്റും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് എൻ്റെ വണ്ടിക്കല്ല, വേറൊരു വണ്ടിക്ക് ഈ വണ്ടി നിലത്ത് വീഴുന്ന സമയത്ത്, സൈഡിലേക്ക് വീഴുന്ന സമയത്ത് ഈ ഒരു ഗിയർ ഷിഫ്റ്റ് വളച്ച ചാൻസ് ഉണ്ട്. വളഞ്ഞു പോയാലും പ്രശ്നമാണ്. ജസ്റ്റ് വെറുതെ നിലത്ത് വീണാൽ മതി വണ്ടി. അത്യാവശ്യം ചാർജസ് ആയി അവന്. അത് ഏകദേശം ഒരു 600 സംതിങ് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് ഉൾപ്പെടെ ഒരു 1060 അങ്ങനെ എന്തെങ്കിലും അത്രയും ചിലവാകും ഈ ഒരു ഗിയർ ലിവർ മാറുന്നതിന് തന്നെ. അപ്പോൾ വണ്ടി ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക. പിന്നെ ഒരു നെഗറ്റീവ് വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാഷ് ഗാർഡ്. ഇപ്പോൾ നമ്മൾ വണ്ടി മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ക്രാഷ് ഗാർഡ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന് തന്നെ പറയാം. കാരണം അതിന് വലിയ ബലമോ ഇമ്പാക്റ്റൊന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. അപ്പോൾ അങ്ങനെ വന്നതോടുകൂടിയാണ് ഞാനിത് ഇങ്ങനൊരു സ്ലൈഡർ ഫിറ്റ് ചെയ്തത്. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് മോട്ടോ ഹാവക്ക് എന്ന് പറഞ്ഞൊരു ടൈറ്റാനിയം എന്നൊരു സ്ലൈഡറാണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു സ്ലൈഡർ ഫിറ്റിങ്സ് എല്ലാം കൂടി 3800 പ്രൈസ് വന്നു. ഇതിൽ സിംഗിൾ സ്ലൈഡറാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ എൻജിൻ കാർഡൊക്കെ അത് ഓൾറെഡി ഷോറൂമിൽ നിന്ന് തന്നെ അതിന് എക്സ്ട്രാ ആക്സസറി ആയിട്ട് ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൈലേജാണ്. സിറ്റിയിൽ ഒരു കാരണവശാലും എനിക്ക് ഈ ഒരു ബൈക്കിൽ 23 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിയുമ്പോൾ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെഗറ്റീവ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഉള്ളിൽ മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വാട്ടർ ഡ്രോപ്സ്, ഉള്ളിൽ ഫോഗ് പോലെ ഇങ്ങനെ ഇതായിരിക്കും. പക്ഷെ അത് വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഇപ്പോൾ നമ്മൾ ഇൻഡിക്കേഷൻ ഓണാക്കിയിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്രിൽ സംഭവങ്ങളൊക്കെ പ്ലാസ്റ്റിക്കാണ്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്യാൻ മാത്രമല്ല, ഫൈബറാണ് ഇത് സംഭവം. ഈ ഹെഡ്ലൈറ്റ് ഞാൻ നേരത്തെ വിചാരിച്ചത് ഇതിൻ്റെ ഹെഡ് ലാമ്പ് കോപ്പറോ അല്ലെങ്കിൽ ഇരുമ്പോ വല്ലതൊക്കെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷേ അതെല്ലാം പ്ലാസ്റ്റിക് മെറ്റീരിയൽസാണ്. ഹെഡും ഗ്രില്ല് ഇതെല്ലാം പ്ലാസ്റ്റിക് അല്ല, ഇതൊന്നും പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ ഇവിടെ ഒരു USB-C ടൈപ്പ് ചാർജിങ് പോർട്ടും ഉണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ബെനിഫിറ്റാണ്. പിന്നെ ഒരു നെഗറ്റീവ് പോയിൻ്റ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഈ ഹാൻഡിൽ ബാറാണ്. ഇപ്പോൾ സ്ക്രാംബ്ലർ പോലെയുള്ള വണ്ടികൾക്ക് അത്യാവശ്യം നല്ല പൊങ്ങിയിരിക്കുന്ന ടൈപ്പ്, അതായത് നമ്മുടെ കൈ ഇങ്ങനെ നേരെ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വെയിറ്റും കൂടി നമ്മുടെ കയ്യിലേക്ക് ഇതാവത്തില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്പീഡിലൊക്കെ പോയി ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ
നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് കയ്യിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ ഈ കൈയുടെ ഈ ഒരു മസിൽസിനൊക്കെ ചെറിയ പെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ അക്സസറി ആയിട്ട് ഇവിടെ ഇത് പൊക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലൊക്കെ ഇത് വാങ്ങിച്ച് ഫിറ്റ് ചെയ്താലും മതി. പിന്നെ ഈ മിറർ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഫോർവേഡിലുള്ള സ്ക്രാംബ്ലറിൻ്റെ ഒരു മിററാണ്. അത് ഞാൻ എക്സ്ട്രാ അക്സസറി ആയിട്ട് ഒരു പറഞ്ഞ് ഫിറ്റ് ചെയ്തതാണ്. പിന്നെ നക്കൽ ഗാർഡ് ഇതിന് പറ്റത്തില്ലെന്നാണ് ഷോറൂം ഗാർഡ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണത്. കാരണം ഇതിപ്പോൾ വണ്ടി നിലത്ത് വീഴുന്ന സമയത്ത് ഇതുപോലുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരാതെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഇതേപോലെ തന്നെ ഇത് പിടിച്ചിരിക്കുന്ന ഈ സംഭവം ഇതൊക്കെ സ്ക്രാംബ്ലറിൻ്റെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സാണ്. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി തടി കൂടിയ വണ്ടിയായിട്ട് തോന്നും. ഇതാണ് മെയിനായിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് മൈലേജിൻ്റെ കാര്യത്തിൽ. അതായത് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മൈലേജിൻ്റെ കാര്യത്തിൽ അത് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. കാരണം 400 cc എൻജിനാണ്. അപ്പോൾ അതുകൊണ്ട് 23 സിറ്റിയിൽ കിട്ടുന്നത്. അതുപോലെ എനിക്ക് ഹൈവേയിൽ 27 കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിയർ ലിവറിൻ്റെ കാര്യം മാക്സിമം വണ്ടി താഴെയിടാൻ നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ സ്ലൈഡറുള്ള ഏതെങ്കിലും ക്രാഷ് ഗാർഡ്സ് ഫിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു മൈലേജ് ഏകദേശം ഫുൾ ടാങ്ക് ഉണ്ട്. ഫുൾ ടാങ്കിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 250 കിലോമീറ്ററാണ് മാക്സിമം നമുക്ക് ഓടാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എൻജിൻ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ റീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സംഭവമാണ്. ട്രാക്ഷൻ കൺട്രോൾ ഇപ്പോൾ ഓണാണ്. ഓഫ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അത് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ 5 സെക്കൻഡ് ഈ ഒരു ബട്ടൺ, ഈ ഐ ബട്ടൺ നെക്കി പിടിച്ചിട്ട് അത് 5 സെക്കൻഡ് നെക്കി പിടിച്ചതിന് ശേഷം അത് ടൈപ്പിൻ വലിക്കുക. അപ്പോൾ അത് ഓഫ് ആയിക്കോളും. ഇപ്പോൾ ഞാനത് ഓഫാക്കുന്നില്ല. പിന്നെ ട്രിപ്പ് 1 ട്രിപ്പ് 2 ഇതൊക്കെയാണ്. പിന്നെ 27 കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാക്സിമം ഈ വണ്ടിയിൽ കിട്ടിയിട്ടുള്ളത് മൈലേജാണ് ഈ ഒരു 27 കിലോമീറ്റർ എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ട്രാക്ഷൻ കൺട്രോളും ABS ഇതെല്ലാം ഇവിടെ കാണിക്കും. മീറ്റർ കൺസോളൊക്കെ ഏകദേശം നല്ല അടിപൊളി സംഭവമാണ്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ വണ്ടി 1362 കിലോമീറ്റേഴ്സ് ടോട്ടൽ ഓടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും പറയാനുള്ളത്. അപ്പോൾ ലോങ് റൈഡിനൊക്കെ എന്തുകൊണ്ടും നല്ല മികച്ച വണ്ടി തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ സാഡിൽ ബാഗ്സും അതുപോലെ ക്യാരി ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഇതും നമുക്കിവിടെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.